നമസ്കാരം. പ്രധാന വാർത്തകൾ. കേജ്രിവാൾ ഇന്ന് വീണ്ടും ജയിലിലേക്ക്. ജാമ്യ കാലാവധി അവസാനിച്ചു. ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തീഹാർ ജയിലിൽ കീഴടങ്ങും. ഉച്ചയ്ക്ക് 3 മണിയോടെ ജയിലിലേക്ക് പോകുമെന്നാണ് കെജ്രിവാൾ അറിയിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഈ മാസം 5 വിചാരണ കോടതി മാറ്റിയിരുന്നു. ഇന്ന് വിധി പറയണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും ബുധനാഴ്ചത്തേക്ക് കോടതി ഇത് മാറ്റുകയായിരുന്നു. ഇതോടെയാണ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങുന്നത്. കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്ക്. നിലമ്പൂർ പോത്തുകല്ലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. മുണ്ടേരി തണ്ടൻകല്ല് കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം ഉണ്ടായത്. രാജേഷിന്റെ തോളലിനും വാരിയലിനും പൊട്ടലേറ്റിട്ടുണ്ട്. മുണ്ടേരി ഫാമിലെ ജീവനക്കാർ ആനയുടെ ചിഹ്നം വിളി കേട്ട് പ്രദേശത്തേക്ക് ഓടിയെത്തിയപ്പോഴാണ് ആനയുടെ ആക്രമണത്തിനിരയായി കിടക്കുന്ന രാജേഷിനെ കണ്ടത്. എന്നാൽ രാജേഷിനെ ആന ആക്രമിക്കുന്നത് ആരും കണ്ടിട്ടില്ല. രാജേഷ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. രാവിലെ 6 മണി മുതൽ സംസ്ഥാനങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിച്ചു. അരുണാചൽ പ്രദേശിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. പ്രാദേശിക പാർട്ടികൾ തമ്മിലാണ് സിക്കിമിൽ മത്സരം. താരതമ്യേന ചെറിയ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും സിക്കിമും. വാശിയേറിയ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് 2 സംസ്ഥാനങ്ങളും സാക്ഷ്യം വഹിച്ചത്. 60 നിയമസഭാ മണ്ഡലങ്ങളാണ് അരുണാചൽ പ്രദേശിലുള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന BJP തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 32 മണ്ഡലങ്ങളുള്ള സിക്കിമിൽ പ്രാദേശിക പാർട്ടികൾ തമ്മിലാണ് മത്സരം. നിലവിൽ ഭരണം സിക്കിം ക്രാന്തികാരി പാർട്ടിയുടെ കയ്യിലാണ്. ഇത് തിരിച്ചുപിടിക്കാനാണ് സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ ശ്രമം. വലിയ ശക്തികളല്ലെങ്കിലും കോൺഗ്രസും BJPയും സിറ്റിസൺ ആക്ഷൻ പാർട്ടിയും സംസ്ഥാനത്ത് മത്സര രംഗത്തുണ്ട്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലയിലടക്കം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ കനത്തേക്കുമെന്നാണ് മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായി ഇടി, മിന്നൽ, കാറ്റ് എന്നിവയോട് കൂടിയ മഴയ്ക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. മിതമായതോ ഇടത്തരം തീവ്രതയുള്ളതോ ആയ മഴയ്ക്കാണ് സാധ്യത. RSS പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം. കണ്ണൂർ പാനൂരിൽ RSS പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബാക്രമണം. തെക്കേ പാനൂരിലെ രജീഷിന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ രജീഷിന് തലയ്ക്കും കൈക്കും പരിക്കുപറ്റി. പരിക്കേറ്റവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് RSS പ്രവർത്തകർ ആരോപിച്ചു.